ഈ തൂറാത്തവൻ തൂറുമ്പോൾ തീട്ടം കൊണ്ട് ആറാട്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? അതേപോലെയാണ് ഈ ആരിഫ് കുഷി എന്ന് പറയുന്ന ഈ പരനാറിയുടെ ഒരു അവസ്ഥ. സംഘികളെയും തിരുസംഘികളെയും പറ്റിച്ചുണ്ടാക്കി കാശും പറ്റിട്ട് ജൂതന്മാരുടെ നാട്ടിൽ പോയിട്ട് ജൂതന്മാരെ കണ്ടപ്പോൾ ജൂതന്മാരെ അങ്ങ് സ്നേഹിച്ച് കൊല്ലുകയാണ് ഈ നാറി. ജൂതന്മാരുടെ കൊതമാണ് ബെസ്റ്റ് കൊതം, ഇതുപോലൊരു കൊതം ഞാൻ വേറൊരു സ്ഥലത്തും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കൊതം അവൻ നന്നായി തടവി ജൂതന്മാരെ സുഖിപ്പിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് പച്ച കള്ളം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഈ പരനാറിയുടെ സ്വഭാവ രീതി, ഇപ്പോഴത്തെ ഒരവസ്ഥ. ഇതിനെക്കുറിച്ച് അത്യാവശ്യം തലയിൽ ആൾ താമസമുള്ള ആൾക്കാർ പ്രതികരിച്ചിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു പ്രതികരണം കണ്ടോളി, ബാക്കി ഞാൻ പറയാം. അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കൊട പിടിക്കും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സത്യത്തിൽ ആരിഫ് ഹുസൈൻ്റെ ഇസ്രായേൽ യാത്ര അതുപോലെയാണ്. ജൂതന്മാരെ സ്നേഹിച്ച് ജൂതന്മാരെ നേരിട്ട് കണ്ടപ്പോൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടണമെന്നറിയാത്ത പോലെയാണ് ആരിഫ് ഹുസൈൻ്റെ ഷോർട്സുകളൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ കണ്ടു ഈ ജൂതന്മാർ ഒളു കൊടുക്കുന്നത്, അതുപോലും പിന്നെ മുസ്ലിങ്ങൾ കോപ്പി അടിച്ചാന്ന് പറഞ്ഞിട്ടുള്ള ജൂതന്മാർ ഒളു കൊടുക്കുന്ന വീഡിയോ ഒക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു കണ്ടിരുന്നില്ല. കാക്കാമാര് കോപ്പി അടിച്ച വേറെ സാധനം കൂടി ഞാൻ കാണിച്ചു തരാൻ പോണി. കണ്ടാ നിങ്ങൾ ഞെട്ടും. വേറെ ഒന്നല്ല, നമ്മളുടെ ഒതു എടുക്കുന്ന സാധനം. അതായത് ജൂതന്മാര് പ്രാർത്ഥിക്കാൻ പോണതിന് മുന്നേ ഒതു എടുക്കാണ്. ഇതെങ്കിലും ഒന്ന് കോപ്പി അടിക്കാതെ നിന്നോട് എന്റെ പൊന്നു കാക്കാമാരെ. ഇതെന്തൊരു കഷ്ടം നോക്കിയേ. പണ്ടേ ഉണ്ടായിരുന്നത് ജൂതന്മാരാണ്. ഇത് ഇയാളെ കാണുമ്പോ എനിക്ക് ശരിക്കും പറഞ്ഞാലൊരു നമ്മൾ മണ്ടന്മാർ ലണ്ടനിൽ നിന്നൊക്കെ പറഞ്ഞ ഈ ചങ്ങായി അവിടെ പോയിട്ട് എന്തൊക്കെ കുഞ്ഞാപ്പുത്തര കാണിക്കുന്നതെന്നുള്ളതാണ്. എന്താണ് പറയേണ്ടത്? എന്തോ ഇതെന്ന് വെച്ചാല് ഒരു അനുരാഗാത്മകമായ ഭ്രമം ബാധിച്ചിട്ട് ഈ ജൂതന്മാരെന്തോ വലിയ സംഭവമാണ് എന്ന് വെച്ചാൽ അവരങ്ങോട്ട് ആരാധിക്കുക, അവരോടുള്ള ഒരു കൂറ് കാണിക്കുക, അതിലൊക്കെ അങ്ങോട്ട് അഭിരമിക്കണം മൂപ്പര്. എന്നിട്ട് ഇപ്പൊ ഇവിടെ ചെയ്തതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ വുളു ജൂതന്മാര് ചെയ്യുന്നു എന്നുള്ളതാണ്. വുളു ജൂതന്മാര് ചെയ്യുന്നു, അത് കോപ്പി അടിച്ചതാണ്. അപ്പോൾ വലിയൊരു കാര്യമായി കണ്ടാൽ ഞെട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ജൂതന്മാരെ കുറിച്ച് ഒരു ബേസിക് ധാരണ പോലും ഇല്ലാത്ത ഒരാളാന്ന് തോന്നുന്നത്. ജൂതന്മാര് പറയില്ല, അവര് ആഴ്ചയിലെ മുസ്ലിങ്ങളെ പോലെ ഒരുമിച്ച് അവരുടെ സിനഗോഗിൽ ഒരുമിച്ച് കൂടുന്നതാണ്. അവിടെ കുത്തുബ പോലെ അവിടെ പ്രഭാഷണം ഉത്ബോധനം ഉണ്ട്, അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ അവര് തലയിൽ തൊപ്പി വെക്കുന്നുണ്ട്. അപ്പൊ ഇനി അത് മുസ്ലിങ്ങള് പിന്നെ അതിന് നീളം കൂട്ടി കോപ്പി അടിച്ചാന്ന് പറയും. അവര് താടി വെക്കുന്നുണ്ട്, അപ്പൊ താടി വെച്ച് ജൂതന്മാരൊന്ന് കോപ്പി അടിച്ചാന്ന് പറയും. അവർക്ക് ഹലാലിന് പകരം കോശറുണ്ട്. അപ്പൊ അതും നമ്മൾ കോപ്പി അടിച്ചാന്ന് പറയും. അപ്പൊ ഈ രൂപത്തിൽ സ്വാഭാവികമായിട്ടും എബ്രഹാമിക് റിലീജിയനിൽ ഉണ്ടായി വരുന്ന ഈ സെമിറ്റിക് മതങ്ങളിലെ സാമ്യതകളുണ്ട്. കാരണം ഇതെല്ലാം ഒരു പ്രവാചക പരമ്പരയിൽ ഉണ്ടായി വന്നതാണ്. ആ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു വിവരം പോലും ഇല്ലാതെ ജൂതന്മാരെ കണ്ടപ്പോൾ ഉണ്ടാവുന്ന ഒരു ഭ്രമം, അതാണ് നമ്മളിതിൽ കാണുന്നത് ശരിക്ക് അല്ലേ? അതെ തീർച്ചയായും. ഇവിടെ അദ്ദേഹം ഒരു ജൂതന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇത്രയും തങ്കക്കുടമായ ആളുകളെയാണ് നിങ്ങൾ ഇല്ലാതാക്കണമെന്ന് പറയുന്നത് എന്നുള്ളത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ബൈബിള് അല്ലെങ്കിൽ ഈ പറയുന്ന ജൂതന്റെ തോറ എടുത്തു നോക്കിയാൽ അതിൽ വംശഹത്യയും അതേപോലെ തന്നെ പിഞ്ചു മക്കളെ പോലും കൊല്ലണം എന്നൊക്കെ പറയുന്ന ഒരുപാട് കൽപ്പനകൾ നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ്. ഇതൊക്കെ വിശ്വസിക്കുന്ന ആളെക്കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷെ അതേ സമയത്ത് ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ ഇസ്ലാം വിശ്വസിച്ചാൽ ഒരാൾ പ്രശ്നക്കാരനാണ്. ഇസ്ലാം വിശ്വസിച്ചാൽ, കാരണം ഇസ്ലാമിൽ ഇതൊന്നുമില്ല, ഇസ്ലാമിൽ എവിടെയും സിവിലിയൻസിനെ കൊല്ലാൻ വേണ്ടി പറയുന്നില്ല. പക്ഷെ ഇതൊന്നും ഇല്ല എങ്കിൽ പോലും മുസ്ലിങ്ങൾ പ്രശ്നക്കാരാണ്, കാരണം അവർ ഇസ്ലാമിൽ വിശ്വസിക്കുന്നു എന്നതുകൊണ്ട് പ്രശ്നക്കാരാണെന്ന് പറയുന്ന അതേ ആളാണ് അവിടെ പോയിട്ട് ജൂതന്മാരെ കുറിച്ച്, അതും ഈ വിഷയത്തിലൊക്കെ വിവരമുള്ള, കാരണം അറിയാത്തൊരു സാധാരണക്കാരാണെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്നെങ്കിലും പറയാം, ഇതിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളെ കുറിച്ച് പുകഴ്ത്തി പറയുന്നു എന്നുള്ളത്. അപ്പം ഇരട്ടത്താപ്പിന്റെ അങ്ങേയറ്റമാണ് ഇതിൽ. ശരിക്കും പറഞ്ഞാൽ ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ പല സാമ്യതകളും കാണാൻ പറ്റും. ഈ സാമ്യതകൾ എന്താണ്, അല്ലെങ്കിൽ എന്താണ് മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്നത്? ഇയാളിത് പറയുന്നത് വെച്ചാൽ ജൂതന്മാർ വുളു കൊടുക്കുന്നത് കണ്ടാൽ മുസ്ലിങ്ങൾ ആകെ ഞെട്ടുന്നാണ്. എന്താണ് ഈ ഞെട്ടാൻ എന്ന് വെച്ചാൽ, ഞങ്ങൾ വിശ്വസിക്കുന്ന, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞങ്ങൾ വിശ്വസിക്കുന്നത് മൂസാ നബി അലൈഹിസ്സലാം, മോസസ് എന്ന് പറയുന്ന ആ മൂസാ നബി. അപ്പോൾ തലയിൽ കുറച്ച് ആൾ താമസമുള്ള ആൾക്കാർ പ്രതികരിച്ച പ്രതികരണം കണ്ടല്ലോ. ഇത് കൂടുതൽ അങ്ങോട്ട് നമ്മൾ വീഡിയോ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് പ്രോബ്ലം വരും. ഇപ്പം തന്നെ വന്നുകൂടാന്നില്ല, പക്ഷേ ഇത് ഞാൻ പറയണേക്കാളും നല്ലത് ഇതുപോലുള്ള ആൾക്കാർ പറയുമ്പോഴാണ് വ്യക്തതയായിട്ട് എനിക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ആ വീഡിയോ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്തത്. അപ്പോൾ ഈ നാരെക്കുറിച്ച് ഒരു ഒറ്റ വാക്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ, ഈ നാരയെക്കുറിച്ച് ഞാൻ കുറേ വീഡിയോകളൊക്കെ ഇറക്കിയിട്ടുണ്ട്, കുറേ തെറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. വലുതായിട്ടൊന്നും ഈ നാരയെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര കേട്ടാലും ഉളുപ്പില്ലാത്ത ഒരു പരനാറിയാണ് ഈ ആരിഫ് കുഷി എന്ന് പറഞ്ഞ പരനാറി. ജീവിതത്തിൽ
തന്തയ്ക്കും തള്ളയ്ക്കും വിളി കെട്ടി ജീവിക്കുന്ന ഒരേ ഒരു നാറി എന്ന് പറഞ്ഞാൽ ഈ നാറിയാണ്. ഇപ്പോൾ കുറച്ച് സംഖ്യകളെയും തിരുസംഖ്യകളെയും പറ്റിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് പൈസ കയ്യിലുണ്ട്. അപ്പോൾ അതിൻ്റെ കുന്തലിപ്പാണ് ഇപ്പോൾ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ. ഈ ജൂതന്മാരുടെ നാട്ടിൽ പോയിട്ട് എന്തൊക്കെയോ വിളിച്ചു കൂവിക്കൊണ്ട് അറിയാലോ, ഇപ്പം മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ ഞാൻ ഒന്നും കൂടി പറയേണ്ട ആവശ്യമില്ലല്ലോ. ചുരുക്കി പറഞ്ഞാൽ ഇവനൊരു ഡോക്ടറാണെന്ന് ഈ നാറി പറയുന്നു, പക്ഷെ ഒരു ഡോക്ടറിൻ്റെ സ്റ്റാൻഡേർഡ് ഈ നാറി കാണിക്കുന്നില്ല. പണ്ട് ഇവൻ മുസ്ലിമാണെന്നും പറയുന്നു. അത് മുസ്ലിമാണെങ്കിലും കൂടി ഒരു 5 നേരം നിസ്കരിക്കുക, അതേപോലെ മറ്റേ നോൻപെടുക്കുക, അതേപോലെ ഖുറാൻ പാരായണം ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡെങ്കിലും കാണില്ലേ? ഒരു മനുഷ്യൻ്റെ ലാംഗ്വേജിലും അല്ലെങ്കിൽ ബോഡി ആക്ഷനിലൊക്കെ കാണില്ലേ ഒരു സ്റ്റാൻഡേർഡ്? അതുപോലും ഈ നാറിക്കില്ല. സത്യം പറഞ്ഞാൽ മലയാള ഭാഷയിൽ ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ഒരു കാബർക്ക് തായോളിയാണ് ഈ ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതാണ്. ഈ നാരയെക്കുറിച്ച് വലുതായി പറഞ്ഞ കാര്യമില്ല. ആരും നട്ടണ്ട. ജൂതന്മാര് നല്ല മുഴുത്ത ജൂതന്മാരുടെ വാഴക്കൊല ആരിഫ് ഹുസൈൻ്റെ അന്നാക്കിലേക്ക് തുരുകി കൊടുത്തതിൻ്റെ സന്തോഷമാണ്. ജൂതന്മാരുടെ കൊതം തടവി തായോളിക്ക് ഭ്രാന്തായി, ചുരുക്കം പറഞ്ഞു. അപ്പോൾ ഈ തായോളെക്കുറിച്ച് നമുക്ക് വിശുദ്ധമായിട്ടൊരു വീഡിയോ ചെയ്യാം. ഇപ്പം എനിക്ക് സമയമില്ല, രാവിലെ ആയതുകൊണ്ട് പണിക്ക് പോകേണ്ട സാഹചര്യമുള്ളതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഈ നാറിയെക്കുറിച്ച് വലുതായി പറഞ്ഞിട്ട് കാര്യമില്ല. തന്തയ്ക്ക് എത്ര വിളി കേട്ടിട്ടും പഠിക്കാത്ത ഒരു നാറി, തന്തയ്ക്കും തള്ളയ്ക്കും വിളി കേട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരേ ഒരു പരനാറി ആരാണെന്ന് ചോദിച്ചാൽ ആരിഫ് ഹുസൈൻ പരനാറി. ഈ ചെറി അത് ജൂതന്മാരുടെ കൊതമല്ല സാമാനം ഉണ്ടല്ലോ, അത് അണ്ണാക്കിൽ കയറിയതിൻ്റെ സന്തോഷത്തില്ല. ആയിക്കോട്ടെ.